ആരാണ് എന്റർപ്രണർ? ഇവര് എന്ത് കോൺട്രിബ്യൂഷനാണ് നമ്മുടെ എക്കണോമിക്ക് ഉണ്ടാക്കുന്നത്? പലരും എന്റർപ്രണേഴ്സിനെ കാണുന്നത് സ്വാർത്ഥന്മാരായ ബിസിനസ്സുകാരായിട്ടാണ്. പക്ഷെ അറിയാത്തൊരു കാര്യം പറഞ്ഞു തരാം. ആ ഒരു വ്യത്യസ്ത ചിന്താഗതിക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഒരു എന്റർപ്രണർ, ഇപ്പൊ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, 100-ൽ 2 പേരോളാണ് നമുക്കൊരു സീസൺഡ് എന്റർപ്രണർ ആയിട്ട് പുറത്തു വരിക. അപ്പോൾ ആലോചിച്ച് നോക്കണം, 2% ആൾക്കാരാണ് ബാക്കിയുള്ള 98% ആൾക്കാർക്ക് തൊഴിൽ നൽകുന്ന ആൾക്കാർ. അപ്പോൾ അത്രയും ഭീമമായൊരു ദൗത്യമാണ് ഈ എന്റർപ്രണർ എന്ന് പറയുന്ന ഒരു വ്യക്തി വഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം എടുക്കുന്ന റിസ്കിനും അദ്ദേഹം മുതൽ മുടക്കുന്നതിനും ഉള്ള ലാഭം എന്തുകൊണ്ടും തൊഴിലാളികളെക്കാളും കൂടുതൽ അദ്ദേഹത്തിനുണ്ടാവും. പക്ഷെ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്തിന് എന്റർപ്രണറൽ മൈൻഡ് സെറ്റിലേക്ക് മാറണം? കാരണം ഒരു എന്റർപ്രണറാണ് നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള സർവ്വ ആൾക്കാരെയും കൈപിടിച്ച് ഉയർത്തുന്നത്. ഒരു എന്റർപ്രണറിന് മാത്രമാണ് അദ്ദേഹം ഇന്നോവേറ്റീവ് ആണെങ്കിൽ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ പറ്റുന്നത്, വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റുന്നത്, ഒരു ബെഞ്ച് മാർക്ക് പ്രൈസിങ്ങിലേക്കൊക്കെ സാധനങ്ങളെ കൊണ്ടുവരാൻ പറ്റുന്നത് ഒരു മികച്ച എന്റർപ്രണർക്ക് മാത്രമാണ്. പിന്നെ ഉള്ളത് എന്റർപ്രണറിന്റെ തൊഴിൽദാതാവ് എന്നുള്ള സ്യൂട്ട്. അദ്ദേഹം നിരവധി ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്, പലവരെയും തൊഴിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് എന്റർപ്രണർഷിപ്പ് നമ്മൾ കാര്യഗൗരവമായിട്ട് കാണേണ്ടതായിട്ടുള്ളത്.